പറ്റിച്ചു. മാപ്പല്ല, അതിലിട്ടിരുന്ന പടം അതല്ല. എന്തായിരുന്നാലും പടം കൊടുത്തിരുന്ന ആ പടം അല്ല. ഇല്ല. അപ്പോൾ അവിടെ നിന്നോ വരണ്ട. അതായത് ചെറിയൊരു വ്യൂവേ ഉള്ളൂ. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്ന് ഒരു 6-7 കിലോമീറ്റർ അകത്തോട്ട് വന്ന് ഒരു റബ്ബർ വിളക്ക് നടുക്കിലാണ് ഉള്ളത്. പക്ഷേ മാപ്പിൽ കൊടുത്തിരുന്ന പടം ഇതല്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ വന്ന് മുകളിലൊരു ചേച്ചി ചോദിച്ചപ്പോൾ ഇതാണ് വരുന്ന വഴി വാട്ടർഫോൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ട പടം ഇതല്ല. ഇത് ചെറിയൊരു വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ടത് ഇതല്ല. ഇനി വേറെ ആരെങ്കിലും കേട്ടാൽ അതൊരു പ്രശ്നമാക്കും. അവർ ചെറുതുവരെ വരരുത്. എന്തിനാണ് അവർ തമ്മിലുള്ള ജില്ലക്കാർ തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ പോവുകയാണ്. വലിയ ആഴമില്ല. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി മഴ കൂടുമ്പോൾ വെള്ളം കൂടുമ്പോൾ ഉള്ള സാഹചര്യം എങ്ങനെ അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഇപ്പോൾ ഉള്ള ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളിപ്പം നിൽക്കുന്നത് പത്തനാപുരത്താണ്. പത്തനാപുരം PWD ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത്. അതിനുശേഷം നമ്മൾ രാവിലെ ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ചു, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇന്നത്തെ കറക്കത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ പത്തനംതിട്ട, മെയിനായിട്ടും പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മിക്കവാറും പത്തനംതിട്ട കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ കുറേ എപ്പിസോഡ് നമ്മൾ പത്തനംതിട്ട ചെയ്തിട്ടുണ്ട്. അതൊക്കെ റിപ്പീറ്റ് ആവുമായിട്ട് അതൊക്കെ ഒഴിവാക്കണം. അല്ലാത്ത സ്ഥലങ്ങൾ നോക്കി പോയതിനു ശേഷം മിക്കവാറും മെയിൻ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ ആലപ്പുഴ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഉള്ളത്. ഇടയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നു. ഇപ്പോൾ മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളെ നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെ സന്തോഷമുണ്ട്. നമ്മളെ വിളിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ കാലാവസ്ഥ മോശം ന്യൂസൊക്കെ കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത്. കാരണം ഒത്തിരി ജില്ലകളിൽ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചു. ഒത്തിരി അപകട സാധ്യതകൾ, രാത്രി സഞ്ചാരമൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നൊക്കെ ന്യൂസ് അറിഞ്ഞു. അപ്പോൾ അതൊക്കെ വിളിച്ച് ഞങ്ങളോട് പറയും, ഞങ്ങൾ സേഫ് അല്ലേ, മോൻ്റെ കാര്യം എല്ലാം അന്വേഷിച്ച് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരോടുള്ള സ്നേഹം ആദ്യമേ അറിയിക്കുന്നു. നമ്മൾ അങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോവാം, ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഇന്നലെ സ്റ്റേ ചെയ്യാൻ കിട്ടിയ പത്തനാപുരത്തെ PWD ഗസ്റ്റ് ഹൗസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഫ്രഷായി ഇവിടെ നിന്ന് നമ്മുടെ ഇന്നത്തെ യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മൾ PWD റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ വാഴപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് പേര്. ഫേമസ് ആണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കിട്ടിയ സ്ഥലമാണ്. ഇവിടെ നിന്നൊരു 7.5 കിലോമീറ്റർ 13 മിനിറ്റ്. PWDയിൽ നിന്ന് രാവിലെ അങ്ങോട്ടാണ് പോണത്, വാഴപ്പാറ വെള്ളച്ചാട്ടം. മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ എന്തായിരുന്നാലും നല്ല കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, വെള്ളം കൂടുതലാണോ, ഇന്നലെ മഴ പെയ്ത് അങ്ങനെ കൂടുതലാണെന്ന് പറഞ്ഞൂടാ. എന്തായിരുന്നാലും ചെറിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. പത്തനാപുരം ജംഗ്ഷനാണ് ഇപ്പം നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. പത്തനാപുരത്തിനായിരുന്നു നമ്മുടെ PWD റൂം നമ്മൾ സ്റ്റേക്ക് വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ആദ്യം പോകാൻ സ്ഥലം. പത്തനാപുരം ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം ഏകദേശം രാവിലെ 10 മണിയായിട്ടുണ്ട്. 10 മണിക്കുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ വെയിലൊന്നും വന്നിട്ടില്ല. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കാരണമാണ് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നത്, സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. ഇവിടെ ഈ രീതിയിലുള്ള മഴ ഇന്നലെ തന്നെയും ഇതുപോലെ തന്നെ ചെറിയ മഴ പെയ്യുന്നു, പിന്നെ തോരുന്നു, അങ്ങനെയാണ് നിൽക്കുന്നത്. പല ഏരിയകളിലും പല രീതിക്കായിരിക്കും. നമ്മൾ പോയ ഏരിയയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, കുറഞ്ഞും കൂടിയും ചെറിയ രീതിയിലുള്ള മഴ, അത്രേ ഉള്ളൂ. വാഴപ്പാറ വാട്ടർഫാളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്.
റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ചെറിയ സൗണ്ട് കേൾക്കാം. നമ്മളിവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞിടാം. നടന്നിറങ്ങാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ടിക്കറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു സ്ഥലം. അത് നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ സ്ഥലം നോക്കാം. നമ്മൾ അതിൻ്റെ ടോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ താഴോട്ടാണ് കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം അത്രേ ഉള്ളൂ. നമ്മൾ നിന്നതിൻ്റെ അടുത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അത് താഴോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എന്താണ്. അങ്ങനെ വല്ലതും ഉണ്ടാ? വല്ലതും ഉണ്ടാ? ആ, അത്ര ഹൈറ്റ് ഉണ്ട്. ഗ്ലാസ് ഇട്ടിട്ട് വരാം. വാഴപ്പാറ വാട്ടർഫാളാണ്. നമ്മൾ കാർ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഹൈറ്റ്, നല്ല ഹൈറ്റിൽ വെള്ളം ചാടുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് വലിയ ടൂറിസ്റ്റ് പ്ലേസുകൾ വേണമെങ്കിൽ നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്. വലിയ ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം അറിയുന്ന ഇതായിരിക്കും. പിന്നെ ഇത് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ കുറച്ച് ദൂരത്തോട്ടുള്ളവർക്ക് ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അറിയാൻ പാടില്ലായിരിക്കും. ചെറിയൊരു സ്ഥലമാണ്. നമ്മൾ നിന്നിടത്തുനിന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും കാണൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടു എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴയുള്ളതുകൊണ്ട് രാജി പറഞ്ഞ മഴയുള്ളതുകൊണ്ട് ഇത്രയും അടിപൊളിയായിട്ട് ഒരു വ്യൂ കാണാൻ പറ്റും. ഇതാണ് ഒലിച്ച് പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ടോപ്പിലാണ് നേരത്തെ പോയത്. അപ്പോൾ ഇത് അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം പാറയാണ്. പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഇത്രയും ഹൈറ്റ്, നല്ല ഹൈറ്റുണ്ട്. ചെറിയ സ്ഥലമെന്ന് പറയാൻ പറ്റത്തില്ല. ഒളിഞ്ഞു നടക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ തിരക്കൊന്നുമില്ല, വേറെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലം. വേറെ തിരക്കോ ടിക്കറ്റോ അങ്ങനെയുള്ള ഒരു ചാർജും ഇല്ല. ഒന്നും പറയില്ല. കാരണം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചെറിയ നമ്മൾ ഈ പാറ ഇങ്ങനെ നമ്മൾ നടന്നു വന്ന അത് മുതൽ തുടങ്ങി അങ്ങ് വരെ ഉണ്ട് പാറ. ഇത്രയും വലിയ പാറയുടെ മുകളിൽ നിന്ന് അവിടെ നമ്മൾ കണ്ടപ്പോൾ ചെറിയൊരു തോട് പോലുള്ള ഇതാണ് കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു വേറെയും സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. ഇത്രയാണ് വലിയ ഹൈറ്റ്. ഇത്രയും വലിയ ഹൈറ്റിലുള്ള വേറെ പ്രശ്നമൊന്നുമില്ല, വലിയ ആഴമില്ല. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി മഴ കൂടുമ്പോൾ, വെള്ളം കൂടുമ്പോൾ ഉള്ള സാഹചര്യം എങ്ങനെ അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഇപ്പോൾ ഉള്ള ലുക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാനും ഇരുന്ന് ആസ്വദിക്കാനും ആരുമില്ല. ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല. രാവിലെ തന്നെ തുടക്കം ഇതിൽ നിന്നാണ്. അടുത്തൊരു സ്ഥലമാണ്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത്. എന്തായിരുന്നാലും രാവിലെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു അടിപൊളി സ്ഥലം കാണാൻ പറ്റി. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഇത്രയും ഹൈറ്റ്. ഇവിടെ ഇങ്ങനെ ഇനി ഇങ്ങോട്ടാണ് ഒഴുകുന്നത് എന്നൊന്നും അറിയില്ല, എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളിവിടെ ഉള്ളതല്ല. അപ്പോൾ എന്തായിരുന്നാലും അടിപൊളി ഒരു സ്ഥലം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോകൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓൾ കേരള ട്രിപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ 14 ജില്ലകളും സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കൂടുതലും ഈ ടൂറിസ്റ്റ് പ്ലേസിനേക്കാളും ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല എന്നാണ്, സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതാണ്, വഴികൾ എങ്ങനെയുള്ളതാണ്, എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റുന്നതാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം നമ്മൾ എടുത്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇതുപോലുള്ള മനോഹര സ്ഥലങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ ഇനി പോകാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഓൾ കേരള ട്രിപ്പ് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് പോയിട്ട് അടുത്തൊരു വിശേഷം നമുക്ക് നോക്കാം. ഇവിടെ അടുത്ത് തന്നെ ഏതെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടാകും, നമുക്ക് നോക്കിയിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, ഇറങ്ങാം. ഓക്കെ, ഇനി വണ്ടിയിലേക്ക്. ഇവിടെ നമുക്ക് ഇനി അടുത്തൊരു സ്ഥലം നോക്കിയിട്ട് അങ്ങോട്ട് പോവാം.
വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇനി അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. പൊരിന്തക്കുഴി വാട്ടർഫാൾ എന്നാണ് പേര്. അതും ഇതുപോലുള്ളൊരു ചെറിയ സ്ഥലമാണ്, നമുക്ക് കണ്ടിട്ടില്ല, അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്തായാലും പോയി നോക്കിയാലേ അറിയാവുള്ളൂ. ഇവിടുന്ന് ഒരു 6.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. 6.5 കിലോമീറ്ററിനകത്താണ് ദൂരമുള്ളത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ, അതും ഒരു വെള്ളച്ചാട്ടം, അവിടെ ഒന്ന് പോയി നോക്കാം. ഇതെന്താ ചെക്ക് പോസ്റ്റ്? അങ്ങനെ നമുക്ക് പോവാമോ? ഇവിടെ ഒരു പൊരിന്തക്കുഴി എന്തോ വാട്ടർഫാൾ ഉണ്ടല്ലോ, പോട്ടെ. ഓക്കെ. നിങ്ങൾക്ക് ഇതിൽ കൂടെ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല. അവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു മയില് പീലി വിടർത്തി നിൽക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതാണ് പീലി വിളിച്ചിരിക്കുന്ന. ഓ എന്ത് രസം നോക്ക്. ഇത്ര ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ചേട്ടാ, ഒറിജിനൽ ആയിട്ടല്ലേ. പൊരിന്തക്കുഴിയല്ലേ, പൊരിന്തക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോണത്. രാവിലെ ഒരു വെള്ളച്ചാട്ടം കണ്ടു, സന്തോഷമായി. അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് ഒരു മയില് സന്തോഷത്തോടു കൂടി പീലി വീശി ആടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിയാണ്, ഒരു എസ്റ്റേറ്റ് റോഡാണ്. അവിടെ ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അകത്തോട്ട് വരുമ്പോൾ ഒരു എസ്റ്റേറ്റ് റോഡാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് സൈഡും. ഒരു സൈഡ് ഇതുപോലെ പൈനാപ്പിളിന്റെ കൃഷിയാണ്, പൈനാപ്പിൾ കൃഷിയാണ് ഒരു സൈഡ്. അല്ലാതെ ജനവാസ കേന്ദ്ര ആൾക്കാരൊക്കെ ഉണ്ട്, താമസിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ജംഗ്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു 2.5 കിലോമീറ്റർ കൂടെ ഉണ്ട്. അത് ഇതുപോലെ തന്നെയാണ്, കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ് കാണാനും. ഇതൊക്കെ ഒരു പാറ, അതും നമ്മൾ ഏതെങ്കിലും ഒരു ഇതായിരിക്കും, നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ഏതെങ്കിലും ഒരു പാറ ആയിരിക്കും. ദൂരെ ഒരു ആ സൈഡിലൊരു പാറ കാണുന്നുണ്ട്. ഈ രണ്ട് സൈഡും ഇപ്പോൾ പൈനാപ്പിൾ കൃഷി തന്നെയാണ്. പിന്നെ അപ്പുറത്തെ സൈഡ്, ഇടത് സൈഡ് കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ആൾക്കാരായിരിക്കും അല്ലേ, ഇപ്പൊ എസ്റ്റേറ്റിന്റെ ആൾക്കാരായിരിക്കും, മറ്റേ ലയം പോലെ സംഭവങ്ങളായിരിക്കും അല്ലേ, കണ്ടിട്ട് അങ്ങനെ തോന്നല്ലേ? അങ്ങനെ തോന്നുന്നു. പക്ഷെ വേറെ സെപ്പറേറ്റ് വീടുകളല്ല, ഒരു വീട് തന്നെ ഒരുപാട് സ്കൂൾ കണക്കുള്ള. അപ്പൊ അത് എല്ലാവർക്കും കൂടെ താമസിക്കാൻ കണക്കിനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ല റോഡ്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ, രാവിലെ സമയം അടിപൊളിയായിട്ടുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളും നിർത്തി കണ്ടുപോകാനുള്ളത് ഉണ്ട് സംഭവം. ഈ പാറയും ഇതിനകത്തൊക്കെ കയറി കാണുന്നുണ്ട്. നമുക്ക് ഇതിന് സമയം കുറവായതുകൊണ്ട് ഒരു ജില്ലയിൽ ഒരു 1 അല്ലെങ്കിൽ 2 ദിവസം അത്രേ നമുക്ക് സമയം നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരാൻ പോകണില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ വരുന്നതിനിടയ്ക്ക് തന്നെ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ പോകുന്നത്, നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്, വണ്ടി പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. ഇനി 2 കിലോമീറ്റർ കൂടെ ഉണ്ട്, അടുത്ത് തന്നെയാണ്, പോയി നോക്കാം. രക്ഷകനോട് ചോദിക്കാം. പൊരിന്തക്കുഴിയാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്, ഇവിടെ അടുത്താണ് പൊരിന്തക്കുഴി. ഓ ഓക്കെ, അങ്ങനത്തെ വരെ റോഡുണ്ടല്ലോ, വണ്ടി പോകല്ലേട്ടാ. ശരി. ഉള്ളൂ അവിടെ ചെക്ക് പോസ്റ്റ് ആണ്, ലോകത്തിന്റെ അവസാനമാണ് അതുവരെ. അത് കഴിഞ്ഞാൽ പിന്നെ ലോകമില്ല, ഇല്ല, ഭൂമി ഇല്ല, അതുവരെ ഉള്ളൂ. രണ്ട് സൈഡിലും
പൈനാപ്പിൾ കൃഷിയല്ലേ? നമ്മൾ കാട്ടിനകത്താണ്. അല്ല, പോവണ്ടി വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ഇല്ല, ഇവിടെ പൊരുന്തൻകുഴി എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമല്ലേ, വാട്ടർ. ആ വണ്ടി എവിടെ തിരിക്കാൻ നോക്കൂ. ആ ഓ നമ്മള് തിരുവനന്തപുരം. വേറെ ആൾക്കാരൊന്നും വരില്ല ഇവിടെ? ആ ആണോ? ഇത് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പോണം. ആ ഓക്കെ. അത് ശരിയാ. അവിടെ ഈ കണ്ട അവിടെയൊക്കെ താമസമുണ്ട് ആൾക്കാര്, നമ്മൾ കണ്ട കേട്ട് അവിടെ ആ സൈഡ്. ആ ഉണ്ട്. ചെറുവെട്ടി. ചെറുവെട്ടി. ആ അപ്പൊ നമ്മള് ചെറുവെട്ടി അല്ലേ? അല്ലേ, ചെറുവെട്ടി എസ്റ്റേറ്റിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. കുറച്ച് തുടങ്ങി ഉള്ളിലോട്ട് പോകുന്നു. മാപ്പ് പലപ്പോഴും ചതിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി വന്നു. രണ്ട് സൈഡും പൈനാപ്പിൾ കൃഷിയാണ്. പിന്നെ അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും അങ്ങനെയുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടുത്താണ് നമ്മൾ പൊരുന്തൻകുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര കുറച്ച് ദൂരം വരെ ടാറുണ്ടായിരുന്നു, കോൺക്രീറ്റ് റോഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മണ്ണ് റോഡായിട്ടുണ്ട്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു പാലം കാണുന്നുണ്ട്. ആ പാലവും കണ്ട് വെള്ളം കൊണ്ടുപോകുന്ന പാലമാണെന്ന് തോന്നുന്നു. അതും കണ്ട് നമുക്ക് പൊരുന്തൻകുഴി വാട്ടർഫാളും കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. നേരെ ഒരു പാലം നിൽപ്പുണ്ട്. പാലല്ലേ? അപ്പൊ അത് പാലാണ്. അവിടെ കൊടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടാണ് ഒരു പാലം. വെള്ളം കൊണ്ടുപോകണോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകാനായിരിക്കും? അല്ല, വെള്ളം കൊണ്ടുപോകാനായിരിക്കും തോന്നുന്നു. നോക്കാം. എന്നാലും പെരുന്തൻകുഴി അക്വഡക്റ്റ് എന്നാണ് പറയുന്നത്. ആണ്, വെള്ളം കൊണ്ടുപോകാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഫ്രണ്ടിലോട്ട് പോവാം. ആണ്. ആ പൊരുന്തൻകുഴി അക്വഡക്റ്റ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. എന്നിട്ട് ഇതുവഴി നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഷോർട്സിലും റീൽസിലും ഒക്കെ കാണുന്ന ഒരു എന്താണ്, അല്ലെങ്കിൽ നമ്മളെ തൊട്ടിപ്പാലം പോലെയൊക്കെ ഉള്ള സംഭവം പാലമാണ്. എന്തോ ഒരു ഭയങ്കര എരമ്പലൊക്കെ സൗണ്ട് വെള്ളച്ചാട്ടത്തിന്റെ. ചിലപ്പോൾ നമ്മൾ നേരത്തെ പോയ വെള്ളച്ചാട്ടത്തിന്റെ ആയിരിക്കും എന്നറിയില്ല. ഇതിൽ ഇത്രയും വെള്ളം നിറയായിരിക്കും അല്ലേ? ഇത് കൂടിയും കുറഞ്ഞൊക്കെ നാടെ ലെവൽ കാണിച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോൾ കൂടിയും ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓവർഫ്ലോ അല്ല, ഇത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് നമ്മളെ നെയ്യാർ ഡാമിൽ നിന്ന് ഒരു സ്ഥലത്തോട്ട് ചാനൽ വിടുന്നില്ല, അതുപോലെ ഒരു സ്ഥലത്തേക്ക് വിടുന്ന ആണിത്. അപ്പോൾ അവിടെ ഇതുകൊണ്ട് ഒരു വെള്ളം ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇത് മേലെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് പോകാനുള്ള റൂട്ടിങ് എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. അത് നോക്കണം. മാപ്പ് പലപ്പോഴും പണി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൂർത്തിക്കാടിൻ്റെ നടുക്കാണ്. കുറച്ചുള്ളിൽ ഇങ്ങ് വന്നിട്ടുണ്ട്. ഇനി പൊരുന്തൻകുഴി വാട്ടർഫോൾ നമുക്കൊന്ന് പോയി കാണണം. ഇനി ഇതുവഴി ഒന്ന് നടന്നു പോകാൻ പറ്റും. അപ്പുറത്തോട്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ കൂടുതലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമുക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ എത്രത്തോളം സുരക്ഷിതമാണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ അങ്ങ് വേലിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ. ഇത്രയും ദൂരത്തിന് ഈ ഒരു അക്വഡക്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ള പൊരുന്തൻകുഴി വാട്ടർഫാൾ തന്നെയാണ്. അങ്ങോട്ട് പോകണം. പക്ഷേ വന്ന വഴിക്ക് നമുക്ക് ഇത് ഒരു വലിയൊരു എസ്റ്റേറ്റാണ്. ഇതിൻ്റെ തന്നെ വേറെ പല ഭാഗത്തുണ്ട്. ഇങ്ങനെ പൂർത്തിക്കാടുകൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട ആ ലയങ്ങൾ ആൾക്കാർക്ക് ഇതിലുള്ള തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് പാറയും പാറക്കൂട്ടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇലക്ട്രിക് കമ്പികൾ വച്ചിട്ടുണ്ട്. എന്താണ്, മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വന്ന വഴി അത്രയും ഇലക്ട്രിക് കമ്പികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് തന്നെ പോവാം. പൊരുന്തൻകുഴി വാട്ടർഫോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നേരത്തെ നിന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ നേരത്തെ പോയ സംഭവമാണ് ഇതായി കാണുന്നത്. ചുറ്റിലും പൊറുത്തിക്കാടാണ്. പൊറുത്തിക്കാടല്ല, പൊറുത്തി കൃഷിയാണ്. പിന്നെ പൊരുന്തൻകുഴി വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ നല്ല കാണാൻ സെറ്റായിരുന്നു. പിന്നെ ഓരോരുത്തർ ഭംഗി ആസ്വദിക്കുന്ന ഓരോ രീതിയാണ്. പിന്നെ നമ്മളിങ്ങ് ഇത്ര ഉള്ളിലോട്ട് ഇങ്ങ് പോകുന്നതുകൊണ്ട് നമുക്ക് വഴി
കറക്റ്റ് അറിഞ്ഞൂടാ. മാപ്പ് പലപ്പോഴും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് കാണിക്കുന്നതല്ലാതെ കറക്റ്റ് ഒരു ലൊക്കേഷൻ പലപ്പോഴും തരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരാളടുത്ത് ചോദിച്ചു, പുള്ളി പറഞ്ഞു എന്താണ് ഇതുവഴി നമ്മൾ വന്ന വഴിയല്ല, ഓപ്പോസിറ്റ് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം 6 കിലോമീറ്ററിൽ നമുക്ക് മെയിൻ റോഡിലെത്താം. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് നേരെ ഇനി മെയിൻ റോഡിൽ പോകുന്നു. ഇനി ഒരാളെ പരിചയപ്പെടുത്തണം. അതിനാണ് ഇനി നമ്മൾ ഇന്ന് 2 സ്ഥലത്ത് പോയി ഇനി ഒരാളെ പരിചയപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അറിവിലും ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മളിപ്പോൾ 2 ദിവസമായി നമ്മൾ എപ്പിസോഡുകൾ ചിലപ്പോൾ ഡിലേ ആയിട്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇത് മുന്നേ നമ്മൾ കൊല്ലത്ത് പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. ആ പുള്ളി ഒന്ന് പരിചയപ്പെടുത്തണം. ഇവിടുത്തെ വാട്ടർഫാൾ എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ട് എന്തായിരുന്നാലും ഇത് നമ്മൾ മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോകുന്നതിനേക്കാളും ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്. ഇവിടെ ആരുമില്ല, ആൾക്കാരൊന്നും ഇല്ല. ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പുറത്ത് പോയി ആ പുള്ളിയാണ് കാണുന്നത്, ഒരു ചിത്രകാരനാണ്. പക്ഷെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ പത്തനാപുരം എത്തുന്ന റോഡ് എന്നാണ് പറഞ്ഞത്. പൊരുന്നംകുഴി വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് സംഭവം നമ്മൾ ആ പാലത്തിൻ്റെ അടിയിലുള്ളൊരു വ്യൂ ആണ്. എന്തായിരുന്നാലും പടം കൊടുത്തിരുന്ന ആ പടം അല്ല. ഇല്ല. അപ്പോൾ അവിടെ നിന്നോ വരണ്ട. ചെറിയൊരു വ്യൂവേ ഉള്ളൂ. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്ന് ഒരു 6-7 കിലോമീറ്റർ അകത്തോട്ട് വന്ന് ഒരു റബ്ബർ വിളക്ക് നടുക്കിലാണ് ഉള്ളത്. പക്ഷേ മാപ്പിൽ കൊടുത്തിരുന്ന പടം ഇതല്ല. ഇനി ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ വന്ന് മുകളിലുള്ള ചേച്ചി ചോദിച്ചപ്പോൾ ഇതാണ് പൊരുന്നംകുഴി വാട്ടർഫാൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ട പടം ഇതല്ല. ഇത് ചെറിയൊരു വ്യൂ മാത്രമേ ഉള്ളൂ. കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാല്, അതിൻ്റെ അടിയിൽ ഈ ഒരു വെള്ളച്ചാട്ടം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടത് ഇതല്ല. മാപ്പിൽ കാണിക്കുന്നതും ഇത് തന്നെയാണ് പൊരുന്നംകുഴി വാട്ടർഫാൾ എന്ന്. പക്ഷേ നമ്മൾ കണ്ടിട്ട് വന്ന പടം ഇതല്ല. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്തായിരുന്നാലും നമുക്കിനി സമയം കൂടുതൽ ഇവിടെ ചിലവഴിക്കാനില്ല. നമ്മളിനിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് പോയിട്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അടുത്ത ഒരു വ്യക്തി ഒരു പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വേണം. ഇത്ര ഒരു ചെറിയൊരു വ്യൂ ഉള്ളൂ. മറ്റേ പാലം മുകളിലുണ്ട്, നമ്മൾ കണ്ടു. ഇനി അടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോകാം. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. അവരൊന്നും ഇറങ്ങിയിട്ടില്ല. കാരണം വഴി കുറച്ച് മോശമാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി കൊച്ചിനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരിനി ഇറങ്ങിയില്ല. പക്ഷേ കുറച്ചുകൂടെ നല്ല സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ഇനി ഇറങ്ങിയാണ് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തേനെ. പക്ഷെ മുകളിൽ നേരത്തെ വഴി പറഞ്ഞു തന്ന ചേട്ടൻ പറഞ്ഞു ഇവിടെയൊക്കെ ഇത്രയേ ഉള്ളൂ, ചെറിയ സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെ പോകണം? പിന്നെ എവിടെ പോണ്? കറങ്ങാൻ പോകണമെന്ന് പറ. കറങ്ങാൻ പോകണം. പാലം കണ്ട മക്കൾ? എന്തിനു കണ്ട്? പാലം കണ്ട? മയിലിനെ കണ്ട? കണ്ട്. പിന്നെ വേറെ എന്തിനാ കണ്ട്? പശുവിനെ കണ്ട്. വേറെ വെള്ളച്ചാട്ടം കണ്ട? കണ്ട്. പൈനാപ്പിൾ കണ്ട? വല്യപ്പ അല്ല, പൈനാപ്പിൾ കണ്ട? കണ്ടില്ല? ഇതുകൊണ്ടൊക്കെ നിൽക്കുന്നു. എവിടെ പൈനാപ്പിൾ? എവിടെ? പൈനാപ്പിൾ എവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. മഴ ചെറുതായി അതെ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ. മഴ ചെറുതായി ചാറുന്നുണ്ട്. നമുക്ക് പോയിട്ട് ഇനി മെയിൻ റോഡിൽ ഇറങ്ങുക. അവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കാൻ പോകാം. പെരുന്തംകുഴി വാട്ടർഫാൾ കാണാൻ വന്നതിൽ വാട്ടർഫാൾ ചെറിയ ഇതേ ഉള്ളൂ. അതാണെന്നും എനിക്ക് തോന്നല്ല. നമ്മൾ കണ്ടിട്ട് വന്ന പെരുന്തംകുഴി വാട്ടർഫാൾ അതല്ല. പറ്റിച്ചു. മാപ്പല്ല, അതിലിട്ടിരുന്ന പടം അതല്ല. എന്തായാലും ചെറിയൊരു വാട്ടർഫാളാണ്. നമ്മളിനി വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. വന്ന വഴി, എസ്റ്റേറ്റിനകത്തുള്ള കാഴ്ച, മയിൽ, അങ്ങനെ തുടങ്ങി കുറച്ച് കാഴ്ചകൾ അടിപൊളിയായിട്ട് കിട്ടി. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സബ്സ്ക്രൈബറാണ്. നമ്മൾ കൊല്ലം ജില്ലയിൽ കവർ ചെയ്തപ്പോൾ കണ്ട ഒരു ആളാണ്. ആള് ചിത്രകാരനാണ്. പുള്ളിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മുടെ യാത്രയിൽ ഇങ്ങനെയും കൂടെ ചെറിയ ലക്ഷ്യങ്ങളുണ്ട്, കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് 6 കിലോമീറ്റർ മെയിൻ റോഡെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് അവിടെ പോയിട്ട് ആ സ്ഥലം മണ്ണടിയാണ്. മണ്ണടി വേലുത്തമ്പി ദളവ മ്യൂസിയത്തിലെ ചിത്രങ്ങൾ വരച്ച ഒരാളാണ്. ആള് നല്ല ആളാണ്. ആള് പടം വരച്ചാണ് അവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആ പടം വരച്ച ആളിനെയാണ്
നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ മണ്ണടിയിലോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് 11 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ ഇതാണ്. മഴ ഇടയ്ക്ക് വരും, ചെറിയ രീതിക്കുള്ള മഴ, പിന്നെ നേരത്തെ പോലെ മൂടിക്കെട്ടിയ അവസ്ഥ. അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പോകുന്നത്. ഭയങ്കര മഴ അങ്ങനെ ഇപ്പോൾ ഇല്ല, വെയിൽ എന്നുള്ള സംഭവം ഇല്ല, വല്ലപ്പോഴും കണ്ടാലായി, അതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള. ഇനി നമുക്ക് മണ്ണടിയിലാണ് പോകണം. മണ്ണടി മ്യൂസിയം, വേൽത്തമ്പി തളവ മ്യൂസിയത്തിന് അടുത്തുള്ള ഒരു പുള്ളിയാണ്, ഒരു ആർട്ടിസ്റ്റിനെയാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 11-11:30 ആയി കാണും. നമ്മൾ ടീ ബ്രേക്ക് സമയമാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആവും. നമുക്ക് ഇനി 2-3 സ്ഥലങ്ങൾ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ചായ എടുത്ത് ചിപ്സും കഴിക്കുകയാണല്ലേ. മഴ പുറത്ത് മഴയുണ്ട്, ചെറിയ രീതിക്ക് മഴയുണ്ട്. ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവും അല്ലേ. നമുക്ക് മാപ്പ് ഇല്ലാന്ന് വേണ്ട, നമ്മള് മാപ്പ് നോക്കിയിട്ടാണ് പോണത് അല്ലേ. ഇപ്പൊ എവിടെ എത്തി? റൈസിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഒരാൾ ഒരു സൈഡിൽ നിന്ന് റൂട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ചെറിയ മാപ്പൊന്നും പോരാ, നമുക്ക് വലിയ മാപ്പാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ എവിടെ എത്തിന്ന് വല്ല പിടുത്തണ്ടാ? പിടിക്കാണ് നെടുവങ്ങാട്. കാണാതിരിക്കലോ നോക്ക്. നമ്മളിപ്പോ എവിടെ എത്തിയാ? പട്ടാഴി. ടൂറിസ്റ്റിന്റെ ഇത് തന്നെയാണ് മാപ്പ്. അത് ഇനി വേറെ ആരെങ്കിലും കേട്ടാ അതൊരു പ്രശ്നമാക്കും. അവര് ചെറുത് വില വരരുത്. എന്തിനാണ് അവര് തമ്മിലുള്ള ജില്ലക്കാർ തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ പോവുകയാണ്. പുട്ടുണ്ട്, ദോശയുണ്ട്. അല്ല, ഈ പുള്ളി വിളിച്ചപ്പോഴേ അടൂരിനെ പറഞ്ഞു തരുന്നറിയാം. അടു അങ്ങനെ പറയല്ലേ? എവിടെ പോണ ജോൺസൺ? അടു വന്നിട്ട് ഞാൻ അടൂ പോണം അങ്ങനെ പറഞ്ഞ. എനിക്കറിയാം. അടൂ കോഴഞ്ചേരി പോകേണ്ടി വരും. കോഴഞ്ചേരി പോണം തന്നെ പറയും. പത്തനാപുരമല്ല, പത്തനാപുരം. നമസ്തേ. എവിടെയാണ് വീട്? അങ്ങനെ ഒരു സംഭവം. ഓക്കെ, നമ്മളെത്തിക്കഴിഞ്ഞു. നമ്മുടെ ചിത്രകാരൻ എന്താണ്? ശങ്കർ എന്നാണ് എന്തോന്ന് പേര്. ചിത്രാലയം എന്നാണ് വീടിൻ്റെ പേര്. ആ പുള്ളിയാണ് നമ്മളെ കാത്തു നിന്നത്. നമുക്ക് പുള്ളിയുടെ വിശേഷങ്ങൾ, പുള്ളി കുറച്ച് ഏജുള്ള ആളാണ്. എന്തായിരുന്നാലും നമുക്ക് നമ്മളെ അന്ന് വന്നതിന് ശേഷം തുടരെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു, എന്നാണ് വരുന്നത്, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അത് നമുക്കിവിടെ അതെ, അതുകൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് കണ്ടറിയാം. നമ്മൾ 1-2 സ്ഥലങ്ങളിൽ പോയി, പിന്നെ ദൂരം, പിന്നെ മഴ ഇതിനിടയ്ക്ക് എല്ലാം കൂടെ, അതാണ് കുറച്ച് താമസിച്ചത്. ഓക്കെ, ഇതാണല്ലേ വീട്. പടം എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് അടിപൊളി. അവരിറങ്ങും. കൊച്ച് ഉറക്ക, ബേബി ഉറങ്ങുന്നു. കൊച്ചു ഉറക്കമുണ്ട്. ആ ഉണ്ട്. ഓയിൽ പെയിന്റിങ് വരച്ചിട്ട് ഓയിൽ പെയിന്റ് ചെയ്യുന്നു അല്ലേ? സൂപ്പറായിട്ടുണ്ട്. നമസ്കാരം. എന്താണ് പേരെന്താണ്? നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ അവിടെ മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഓൾ കേരള ആയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാ ജില്ലകളിലും ഇങ്ങനെ
ഫാമിലി ആയിട്ട്. മൂന്നാമത്തെ ദിവസമാണ്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ഇന്ന് പത്തനംതിട്ട, അങ്ങനെ ഓരോ ജില്ല കവർ ചെയ്ത് ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ്. ഇനി നമ്മൾ അങ്ങ് പോയതാ, അവിടെ നിന്ന് സാറ് നമ്മളെ വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ നിന്ന് കറങ്ങി അങ്ങോട്ട് പോകാം. അങ്ങനെ ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ. സാർ ഇപ്പോഴും പടം വരയ്ക്കോ? വരയ്ക്കും. ആ, എന്ത് ചെയ്യുന്ന വീട്ടിലാണ്? എനിക്ക് ജോലിയില്ല, ഞാൻ വരയ്ക്കുന്നില്ല, സാറ് വരയ്ക്കും. സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ സാറിനെ കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് അവിടെ നിന്ന് 10-25 കിലോമീറ്റർ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 2 സ്ഥലം പോയി നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഇനി തിരിച്ചങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ സാറ് നമ്മൾ അന്ന് മുതൽ സാറിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. സാറിന് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടെ. അപ്പോൾ എന്തായിരുന്നാലും വന്ന് കാണാൻ പറ്റും. സ്കൂളിലോ? അപ്പോൾ സ്കൂളിൽ പിന്നെ സമയം കിട്ടിയത്. അതിന് മുമ്പ് ചിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പെയിന്റിങ് ഒക്കെ അതിന് ശേഷം. ഇത് സംഭവം പേപ്പറാണോ അല്ലേ? പേപ്പറാണോ? ക്യാൻവാസ് പുരസ്കാരങ്ങളാണ്. അതെ. രാജാവിൻ്റെ പേര് ആ ആ കേരളശ്രീ പുരസ്കാരം. അതിൻ്റെ ഇതിപ്പം നേപ്പിയർ മ്യൂസിയത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം അന്ന് ഇവിടെ വാള് കൊണ്ടുവന്നപ്പോൾ ആ വാളോടുകൂടി ഒരു ചിത്രം വരയ്ക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ചിത്രം എഴുതിയത്. അപ്പം വാള് നേരിട്ട് കണ്ടു. 2010 തുടങ്ങി 2012 ഫിനിഷ് ചെയ്തു. അന്ന് വരച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇതൊക്കെ വരയ്ക്കുന്ന അതിൻ്റെ ചായങ്ങളും ബ്രഷുകളാണ് ഈ കാണുന്നത്. ഇത് ചിത്രാലയം എന്നാണ് വീടിൻ്റെ പേര് തന്നെ. നമ്മൾ ശങ്കർ സാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. നമ്മുടെ യാത്രയിൽ കൊല്ലം ജില്ലയിൽ നമ്മൾ വന്നപ്പോൾ ഒരിക്കൽ കണ്ടിരുന്നു, പരിചയപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു പരിചയം പുതുക്കലാണ് ഇവിടെ വന്ന് കണ്ടത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ആർട്ട് ഗാലറി കാണുന്ന ഒരു ഫീലിങ്ങോട് കൂടി ഇവിടെ ചിത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, ഇപ്പോഴും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സാറിന് ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങുന്നുണ്ട്. പിന്നെ മ്യൂസിയങ്ങളിൽ ഇതുപോലെ ആർട്ട് ഗാലറികളിൽ സാറിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുട്ടികളെ സാറ് പഠിപ്പിക്കുന്നുണ്ട്. മുന്നേ സ്കൂളുകളിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു അതുല്യ കലാകാരനാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. വളരെ സന്തോഷം സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പറ്റിയാലും വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, അറിയപ്പെടാത്ത കലാകാരന്മാർ. അപ്പോൾ സാറിന് നമുക്ക് ഇന്ന് കിട്ടിയതിന് വളരെ സന്തോഷം. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ് ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. ഓക്കെ. നമ്മൾ തൊട്ടപ്പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടപ്പുറത്തൊരു പള്ളി കണ്ടു. അവിടെ ഇറങ്ങി അകത്ത് നോക്കിയപ്പോൾ ആരും കണ്ടില്ല. അപ്പോൾ അവിടെ ആളുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ യാത്ര തുടങ്ങുന്ന മുമ്പേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ സഹകരണം ഉണ്ടാവും എന്നുള്ളത്.
ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ആ പുള്ളി പറഞ്ഞ് തൊട്ടപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെ വന്ന നമുക്ക് സൗകര്യമുണ്ട്. ആ പുള്ളി ഫോൺ വിളിച്ച് ഇപ്പുറത്ത് ഒരു ബിനോയ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ വിളിച്ച് പറഞ്ഞതാ നമുക്കൊരു ഓഡിറ്റോറിയം തന്നെ കിട്ടി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പള്ളി, വലിയൊരു പള്ളി. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം, നമ്മളെ ട്രിപ്പിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം. ഇരിക്കാൻ ഒരു ചെറിയ സ്പേസാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഒരു ഓഡിറ്റോറിയം മുഴുവൻ നമുക്ക് കിട്ടി. ഇന്നത്തെ സ്പെഷ്യൽ പറയൂ. നമ്മൾ രാവിലെ കുക്ക് ചെയ്തതാണ്. പറഞ്ഞോ. ചോറ്, രസം, തോരൻ, പിന്നെ മുളക് പൊരിച്ചത്, അച്ചാറ്, മീനച്ചാറ്. ലാവിഷാണ്. അപ്പോൾ ലാവിഷാണ് ഇന്നത്തെ ആഹാരം. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി യാത്ര നമുക്ക് കാണാം. ഫുഡ് കഴിക്കട്ടെ. നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ സ്ഥലം കിട്ടിയത് ഈ പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ മെയിൻ റോഡ്, അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. പള്ളി എന്ന് വെച്ചാൽ കടമ്പനാട് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പുരാതന മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമാണ് കടമ്പനാട്, അടൂർ കടമ്പനാട് ഭദ്രാസനം. ഈ പള്ളിയിലാണ് നമുക്ക് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടയിലും അല്ലെങ്കിൽ മരത്തണലിലൊക്കെ ഇരുന്നാണ് കഴിച്ചത്. ഇന്ന് പക്ഷേ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചിനി അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ലൈറ്റ് ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ. ആരാണ്? മൂന്നാം മാർത്തോമ ബിനോയ് ചേട്ടൻ നമുക്ക് ഇന്ന് ഫുഡിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് തന്ന. ഇതാണ് ആ പള്ളിക്കകം എന്ന് പറയുന്നത്. തീർത്ഥാടന കേന്ദ്രമാണ്, അതുകൊണ്ട് നമുക്ക് കയറുന്നതിന് വിഷയമൊന്നുമില്ല. ബിനോയ് ചേട്ടനാണ് നമുക്ക് പറഞ്ഞ. ഇതിനകത്ത് ഒരു കബറിടമുണ്ട്, മൂന്നാം മാർത്തോമയുടെ എന്തോ കബറിടമുണ്ട് ഇതിനകത്ത്. ആ പള്ളിക്കകം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അങ്ങനെ ഞാൻ ആരാധനാലയമാണ്, എന്നാൽ പോലും നമ്മുടെ അവിടെ പള്ളികളുണ്ട്, ഇതുമാതിരി ഉണ്ട്. നമ്മളെ പള്ളികളിലൊന്നും ഇങ്ങനെ ഇത്ര അലങ്കാര പണികളും ഇതിങ്ങനെയുള്ള ലൈറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വളരെ കുറവാണ്. പക്ഷെ ഇങ്ങോട്ടുള്ള പള്ളികളൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല. ഇങ്ങോട്ടുള്ള പള്ളികൾ മെയിനായിട്ട് ഭയങ്കര രസമാണ് അകത്ത് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മുകളിൽ അത്രയും തടിപ്പണികൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. ഓക്കെ, നമുക്കിറങ്ങാം. ഇത് നമ്മൾ കഴിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്.